ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർ കെ വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുമ്പളങ്ങിനേരത്തിൽ ഷമ്മിയേക്കാളും സൈക്കോണവൻ. എന്നിട്ടാണ് ഈ നാറ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് മോങ്ങിയത്. ആ നാറ് ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തി നമുക്കറിയാൻ പറ്റും അവൻ സൈക്കോണ്, പക്ക സൈക്കോണുള്ള കാര്യം. അവൻ്റെ ഉപദ്രവവും കാര്യങ്ങളെല്ലാം വീട്ടുകാരും ഫ്രണ്ട്സിനെ ആ കുട്ടിയെ അറിയിച്ചു തന്നിട്ട് പോലും ആ കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടിയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതുമാത്രമല്ല, മരണത്തിന് മുൻപ് വരെ ഈ പീഡന വിവരങ്ങൾ അതുല്യ കുടുംബാംഗങ്ങളെ, അതായത് വീട്ടുകാരെയും അനിയത്തേക്കും ഫ്രണ്ട്സിനെല്ലാം അയച്ചിട്ട് പോലും അവർക്കും ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കെയറിങ് അല്ലെങ്കിൽ സഹായം നൽകാൻ സാധിച്ചില്ല എന്നത് ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപക്ഷെ ചിലപ്പോൾ നാണക്കേട്, അവരുടെ വീട്ടുകാർ ബന്ധുക്കാരെ കാരണം നാണക്കേട്, അല്ലെങ്കിൽ അവരുടെ തൻ്റെ മകളുടെ ബന്ധം തകരുമോ എന്നുള്ളൊരു ഭയം. മാത്രമല്ല, ഗൾഫിൽ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളിൽ പലപ്പോഴും നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അതിലൂടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇന്ത്യൻ എംബസികൾക്ക് ഇരയ്ക്ക് നിയമസഹായം നൽകാൻ സാധിക്കുമെങ്കിലും നിയമ നടപടികൾ അവിടുത്തെ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത്ര മരണങ്ങൾ, അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭർത്താവിൻ്റെ ഉപദ്രവം കൊണ്ട് ഇതുപോലുള്ള സൈക്കോളെ കിട്ടിയിട്ട് നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ മരണങ്ങളെല്ലാം സമൂഹം ഉത്തരം പറയുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വിഭിജിക, ഉത്തര, വിസ്മയയുടെ കേസ് വീണ്ടും തള്ളിപ്പോയി എന്നാണ് പുതിയുള്ള വാർത്ത. അതായത് വിസ്മയെ കൊന്നിട്ടുള്ള അല്ലെങ്കിൽ വിസ്മയ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനായിട്ടുള്ള ഭർത്താവിന് വെറുതെ വിടുന്നുള്ളൊരു വാർത്തയാണ് കുറച്ചും വന്നിട്ടുണ്ടായിരുന്നു. സത്യാവസ്ഥ അറിയില്ല. അപ്പം നമ്മുടെ നിയമത്തിന്റെ പോരായ്മകൾ നമുക്ക് ഒരു പരിധിവരെ കാരണമാവാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതുല്യ, ഉത്തര, വിഭിജിക, വിസ്മയ, ഈ പേരുകളൊക്കെ നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുമ്പോഴാണ് അതുല്യയുടെ മരണം ഒരു പുതിയ ഓർമ്മപ്പെടുത്തൽ മാറുകയാണ്. ഓരോ മരണവും നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലും നിയമത്തിലെയും പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിയും ദുരിതത്തിലേക്ക് തള്ളിവിടരുത്. പ്രത്യേകിച്ച് വീട്ടുകാർ ദയവേത് ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കുടുംബങ്ങൾ തയ്യാറാവണം. നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഭിമാനം പ്രശ്നമാണ്. നമ്മുടെ വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും ബന്ധുക്കാർക്കായാലും ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അതല്ലെങ്കിൽ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ അവളെ വീണ്ടും അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുല്യക്ക് നീതി കിട്ടിയാൽ മാത്രമാണ് സമാനമായിട്ടുള്ള അവസ്ഥകളുള്ള ഒരുപാട് പെൺകുട്ടികൾ കടന്നു പോകുന്നുണ്ട്. അനേകം സ്ത്രീകൾ, അവർക്ക് ഒരുപക്ഷെ പ്രതീക്ഷ നൽകാൻ നമുക്കും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും സാധിക്കൂ. അതുല്യ സന്തോഷ് എന്ന ആ പെൺകുട്ടി 18 വയസ്സിലെന്തോ കല്യാണം കഴിച്ചിട്ട് പോയതാണ്. ആ പെൺകുട്ടിയെ അവിടെ അനുഭവിച്ചത് ശരീരപീഡനം മാത്രമായിരുന്നില്ല. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മളെ വീഡിയോയെല്ലാം കണ്ടതാണ്. ഭർത്താവിൻ്റെ മാനസിക വൈകല്യം, അതിക്രൂരമായ സ്വഭാവവും എത്രത്തോളം ഉണ്ടെന്നാലും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് ലഭിക്കേണ്ട ഒരു സ്നേഹവും ഒരു സുരക്ഷിതത്വം, ഒരു കെയറിങ്ങും ആ കുട്ടിക്ക് കിട്ടില്ല. അതെല്ലാം നിഷേധിക്കപ്പെട്ടിട്ടാണ് ആ കുട്ടിയോട് ജീവിച്ചത്. ഒരു പെൺകുട്ടിക്ക് തൻ്റെ വീട്ടിൽ പോലും തുറന്നു പറയാൻ സാധിച്ചിട്ടും എന്തുകൊണ്ട് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചെന്നത് നിലവിലുള്ള നിയമങ്ങളുടെയും സാമൂഹിക ഇടപെടലുകളുടെയും പോരായ്മ തുറന്നു കെട്ടാണ് ചെയ്യുന്നത് ഇവിടെ.